എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഭഗവാന് പയറുപ്പേരിയോടുള്ള ഒരു ഇഷ്ടത്തിൻ്റെ കഥയാട്ടോ. അത് സത്യത്തിൽ തൻ്റെ ഭക്തനോടുള്ള ഇഷ്ടം തന്നെയാട്ടോ. ഗുരുവായൂരപ്പൻ്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാലേ. കഠിനാധ്വാനം ചെയ്യുന്നവരോടും സത്യസന്ധതയുള്ളവരോടും ഭഗവാന് ഒരു പ്രത്യേക താല്പര്യമാണ്. അതുപോലുള്ളൊരു കഥയാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ഭഗവാന്റെ ഭക്തവാത്സല്യത്തെ തെളിയിക്കുന്ന മറ്റൊരു കഥ കൂടി ഇന്ന് നാം പറയാൻ പോവുകയാണ്. അപ്പോൾ ഈ കഥ നടക്കുന്നത് വളരെ പണ്ട്, അതായത് ഈ ജമ്മിമാരൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടല്ലോ, ആ കാലഘട്ടത്തിലാണ് ഈ കഥ നടക്കുന്നത്. ഗുരുവായൂരിൽ നിന്ന് കുറച്ച് അകലെയാട്ടോ ഈ സ്ഥലം. അവിടെ ചെറുതയൂർ കോന്നി എന്ന് പറയുന്ന ഒരു കർഷകൻ ജീവിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഗുരുവായൂരപ്പൻ്റെ വലിയ ഭക്തനായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സവിശേഷതകളായിട്ട് എടുത്തു പറയാൻ പറ്റുന്നത് വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്ന ഒരാളും സത്യസന്ധനുമായിരുന്നു. അദ്ദേഹം സ്വന്തമായിട്ട് പാടമൊന്നുമില്ല കേട്ടോ. വേറുള്ളവരുടെ പാടത്തിൽ കൂലിക്ക് പണിയെടുക്കുക. അതായത് അവർ ഡെയിലി പൈസ തരും. പക്ഷേ ഇങ്ങനെ പൈസ തരുമ്പോൾ അദ്ദേഹത്തിന് അന്നന്ന് കിട്ടുന്ന പൈസ അന്നന്നത്തെ ഭക്ഷണത്തിനേ തികയുള്ളായിരുന്നുള്ളൂ. പിന്നെ പിറ്റേ ദിവസം ഭക്ഷണം വേണമെങ്കിൽ പിറ്റേ ദിവസം ജോലിക്ക് പോകണം. അങ്ങനെ ഒരു ജീവിതമാണ് അദ്ദേഹം നയിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹം ഇങ്ങനെ ജോലിക്ക് പോകുമ്പോൾ ഈ ജമ്മിമാരും അങ്ങനെ പാടം ഉടമകളൊക്കെ ഇങ്ങനെ അദ്ദേഹത്തെ വിളിക്കും. കാരണം അദ്ദേഹത്തെ വിളിക്കുമ്പോൾ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കോന്നി വന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ടാളുടെ പണിയെടുക്കും. അതുകൊണ്ട് തന്നെ ഇവർക്കൊക്കെ, ഈ പാടം ഉടമകൾക്കൊക്കെ കോന്നിനെ വലിയ ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ സത്യസന്ധനും ആയിരുന്നു. അന്നത്തെ കാലത്ത് ഈ പാടം ഉടമകൾക്കൊന്നും അങ്ങനെ ആ പാടത്തിൻ്റെ അവിടെ വന്ന് കാര്യങ്ങളൊന്നും എപ്പോഴും നോക്കാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ ചില കൃഷിക്കാരും അവരൊക്കെ എന്ത് ചെയ്യും, കുറച്ച് നെല്ലും കാര്യങ്ങളൊക്കെ എടുത്ത് അടുത്ത കുറച്ച് മറച്ച് വിൽക്കുക, അങ്ങനെ ചെറിയ ചെറിയ കള്ളത്തരങ്ങൾ ചെയ്തിരുന്നു. പക്ഷേ അതുപോലും കോന്നി ചെയ്തിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയായിരുന്നു. അതുകൊണ്ട് കോന്നിനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ കോന്നിയുടെ മറ്റൊരു കാര്യം, ഭഗവാന്റെ വലിയ ഭക്തനായിരുന്നു. അങ്ങനെ കോന്നി തൻ്റെ ജീവിതം നയിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന് പെട്ടെന്നൊരു ആഗ്രഹം തോന്നുകയാണ്, തനിക്ക് തൻ്റേതായ രീതിയിൽ കൃഷി ചെയ്യണം. സ്വന്തമായിട്ട് പാടം വേണമെന്നൊന്നും അദ്ദേഹത്തിന് ആഗ്രഹമില്ല. പക്ഷേ സ്വന്തം മേൽനോട്ടത്തിൽ ഒരു കൃഷി ചെയ്യണം, അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കണം, ലാഭം ഉണ്ടാക്കണം, അങ്ങനെ ഒരു ആഗ്രഹം തോന്നുകയാണ് അദ്ദേഹത്തിന്. അങ്ങനെ അദ്ദേഹം പാടം ഇപ്പോൾ വാങ്ങാനുള്ള ശേഷിയൊന്നും അദ്ദേഹത്തിന് ഇല്ല. അതുകൊണ്ട് തന്നെ പാടം പാട്ടത്തിന് എങ്ങാനും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിന് അറിയുന്ന, ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് ഈ പാടം ഉടമകളൊക്കെ ഇദ്ദേഹത്തെ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് കോന്നിക്ക് അറിയുന്ന പാടം ഉടമകളോടും മറ്റൊക്കെ പാട്ടത്തിന് എന്തെങ്കിലും സ്ഥലം ഒന്ന് തരുമോ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ ആരും കൊടുത്തില്ല. കാരണം അവരുടെ മനസ്സിൽ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ ഈ കോന്നിക്ക് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു തരാണ്ടിരിക്കുമോ, അങ്ങനെ ഒരു ചിന്തയായിരുന്നു. ഇനിയിപ്പോൾ അവൻ കയ്യേറി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും പറയാനില്ലല്ലോ, അങ്ങനെ ഒരു പേടി എല്ലാവരും മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് ആരും സ്ഥലം കൊടുത്തില്ല. അങ്ങനെ കോന്നിക്ക് വലിയ വിഷമമായിട്ടോ, കാരണം താൻ ഇത്ര ആഗ്രഹിച്ചിട്ട് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ കോന്നി പരിശ്രമം നിർത്തിയില്ല. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണല്ലേ അത്. അതായത് എന്തെങ്കിലുമൊക്കെ ഒരു തോൽവി ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ആ പരാജയം സമ്മതിച്ച് തൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് നീങ്ങി പോകുന്ന സ്വഭാവമാണ് ഇന്നത്തെ കാലത്ത് പലർക്കും. പക്ഷേ കോന്നി അങ്ങനെ ആയിരുന്നില്ല. കോന്നിക്ക് എത്ര പരാജയം ഉണ്ടായാലും തൻ്റെ ലക്ഷ്യം നേടിയെടുക്കാനുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം പിറ്റേ ദിവസം കൂലിക്ക് ജോലിക്ക് പോവും. അങ്ങനെ സമയം കിട്ടുമ്പോൾ ഇങ്ങനെ ആൾക്കാരോട് ചോദിക്കും, വല്ല സ്ഥലം ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. ആ ഒരു സമയത്താണ് ആദിയശ്ശേരി മനക്കൽ ഇട്ടി രവി പാടിനോട് ഇദ്ദേഹം ചോദിക്കുന്നത് സ്ഥലം ഉണ്ടോയെന്ന്. അപ്പം അദ്ദേഹത്തിന് വെറുതെ കിടക്കുന്ന ഒരു 10 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ കൃഷിയൊന്നും അധികം ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ എന്തായാലും ഇപ്പം അങ്ങനെ കിടക്കല്ലെന്ന് വിചാരിച്ചിട്ട് കോന്നിക്ക് കൊടുക്കാമെന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇത് കൊടുക്കുമ്പോഴത്തെ ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു. അതായത് കിട്ടുന്ന ലാഭത്തിൻ്റെ പകുതി ഈ ഒരു ഇട്ടി രവി പാടിന് കൊടുക്കണമെന്ന്. പക്ഷേ ഈ കൊടുക്കുന്ന സമയത്ത് ആ ഒരു ആതിരശ്ശേരി മനക്കൽ ഇട്ടി രവി പാടിന് മനസ്സിനൊരു ചിന്ത ഉണ്ടായിരുന്നു. കാരണം ഈ സ്ഥലത്തിൽ അധികം വിളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം അത് അങ്ങനത്തെ ഒരു പാറ, കുറച്ച് ഉയർന്നു നിൽക്കുന്ന, അധികം കൃഷിയൊന്നും ചെയ്യാൻ സാധിക്കാത്ത മണ്ണൊക്കെയാണ്. അതുകൊണ്ട് കോന്നി എന്താ വെച്ചാൽ ചെയ്തോട്ടെ വിചാരിച്ചിട്ടാണ് അദ്ദേഹം അത് കൊടുക്കുന്നത്. അപ്പോൾ ഈ സ്ഥലം കിട്ടിയപ്പോൾ കോന്നിക്ക് വലിയ സന്തോഷമായി. കാരണം ഇനിയിപ്പോൾ കോന്നിക്ക് ഒരു ആത്മവിശ്വാസം കൂടി ഉണ്ടായിരുന്നു. തനിക്ക് ആ സ്ഥലം കിട്ടി കഴിഞ്ഞാൽ അവിടെ താൻ പൊന്നു വിളയിക്കും, അങ്ങനെ ഒരു ചിന്ത കോന്നിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ സന്തോഷത്തിൽ ഇങ്ങനെ ഗുരുവായൂരപ്പനെ വിളിക്കുകയാണ്. എന്നിട്ട് ഗുരുവായൂരപ്പൻ്റെ ഒരു വഴിപാട് പോലെ നേരുകയാണ്. അതായത് എനിക്ക് ഇവിടെ നിന്ന് നല്ല പയർ കൃഷി ചെയ്യാമെന്നാട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ എനിക്കിവിടെ നല്ല വിളവ് കിട്ടി കഴിഞ്ഞാൽ
ഒരു ചാക്ക് പച്ചപ്പയർ ഞാൻ ഗുരുവായൂരപ്പന് വന്ന് സമർപ്പിക്കാം എന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ ഈ കോന്നി ആ സമയം ചിന്തിക്കുന്നത്, ഗുരുവായൂരപ്പൻ ഇങ്ങനെ പയറുപ്പേരി വലിയ ഇഷ്ടമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ കൊടുക്കുന്ന പച്ചപ്പയർ ഒരു ദിവസം ഗുരുവായൂരപ്പൻ കഴിക്കുമല്ലോ, നല്ല രുചി ഉണ്ടായിരിക്കും, അങ്ങനെയൊക്കെ മനസ്സിൽ ചിന്തിക്കുക കേട്ടോ. പിന്നെ വലിയ സന്തോഷത്തിൽ പിന്നെ പിറ്റേ ദിവസം തൊട്ട് പാടത്തിൽ ജോലി ചെയ്യണം. 10 ഏക്കറിലെ പാടാട്ടോ. അവിടെ കൃഷി ചെയ്യാൻ അത്യാവശ്യം ജോലിക്കാർ വേണം. അങ്ങനെ കുറച്ച് ജോലിക്കാരെ, പരിചയമുള്ള ആൾക്കാരൊക്കെ വിളിക്കുകയാണ്. അതുപോലെ തന്നെ അവിടെ പ്രധാനമായിട്ടും ജോലി ചെയ്യുന്നത് കോന്നിയുണ്ട്, കോന്നിയുടെ ഭാര്യയുണ്ട്, കോന്നിക്ക് 2 മക്കളുണ്ട്. ഒരു 10, 12, 13 വയസ്സുള്ള മക്കളാണ്. പിന്നെ ചേച്ചിയുടെ മക്കളുണ്ട് 2 പേര്. അവർ വളരെ ചെറുതാട്ടോ. ഇത്രയും ആൾക്കാരാണ് പ്രധാനമായിട്ട് അവിടെ ജോലി ചെയ്യുന്നത്. അതുമാത്രമല്ല പുറത്തുനിന്ന് കുറച്ച് പേരെ വിളിക്കുന്നുണ്ട്. പക്ഷേ ചില ദിവസങ്ങളിൽ അവരുണ്ടാവില്ല. മിക്ക ദിവസവും ഈ കോന്നിയും ഭാര്യയും മക്കളൊക്കെ തന്നെയാണ് ജോലി ചെയ്യുക. അങ്ങനെ കോന്നിയാണെങ്കിൽ പണ്ട് 2 ആളുടെ പണി എടുക്കുകയാണെങ്കിൽ ഇപ്പം 4 ആളുടെ പണി അത്ര കഷ്ടപ്പെട്ട് ചെയ്യാണ്. രാവും പകലൊക്കെ അവിടെ നിൽക്കുകയാണ്. ഒരു ജോലി ഇല്ലെങ്കിലും ആ പാടത്ത് കൂടി ഇങ്ങനെ വെറുതെ നടക്കും. എന്നിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അവിടെ എന്തെങ്കിലും കുഴി, അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ വിത്ത് മുളയ്ക്കുന്ന സമയമാണ്. അപ്പം ആ സമയത്ത് ഈ ഒരു പയറിൻ്റെ വിത്തൊക്കെ കുത്തിക്കൊണ്ട് പോകാൻ കുറേ പക്ഷികളും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ കോന്നിക്കാണെങ്കിൽ ജോലിക്ക് പോകണം. കാരണം ഈ പാടത്ത് നിന്ന് വിളവുണ്ടായിട്ടില്ല, ലാഭം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അന്നത്തെ ഭക്ഷണത്തിന് വേറെ ആൾക്കാരുടെ കീഴിൽ ജോലിക്ക് പോയേ പറ്റൂ. അതുകൊണ്ട് കോന്നി വേറെ ആൾക്കാരുടെ അവിടെയും പോവും. ഈ സമയത്ത് ഇവിടെ പക്ഷികളൊന്നും വന്ന് മുളച്ച വിത്തൊന്നും കൊത്തിക്കൊണ്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ കുട്ടികളെന്ന് പറഞ്ഞല്ലോ, ആ കുട്ടികൾ അവിടെ ഇരുത്തും. എന്നിട്ട് അവർ ചെറിയ കുട്ടികളല്ലേ, അപ്പോൾ അവരോട് പറയും അവിടെ ഇരുന്നിട്ട് നല്ല പാട്ടുകളൊക്കെ അവിടെ പാടിക്കൊള്ളാൻ പറയും. ഒരു ചെറിയൊരു പാത്രം കൊടുക്കും. എന്നിട്ട് അതിൽ ഒരു സ്പൂണ് പോലത്തെ സാധനം, ഒരു വടി പോലത്തെ സാധനം കൊടുക്കും. എന്നിട്ട് അത് വെച്ചിങ്ങനെ കൊട്ടി അങ്ങനെ പാടാൻ പറയും. അപ്പോൾ അങ്ങനെ വളരെ റിസ്ക് ഒക്കെ എടുത്തിട്ടാണ് കോന്നി ഓരോ കാര്യങ്ങളും ചെയ്തിരുന്നത് കേട്ടോ. അങ്ങനെ ആ കുട്ടികൾ അവിടെ നിന്ന് പാട്ട് പാടും. അപ്പോൾ ഈ പക്ഷികളൊക്കെ വരുമ്പോൾ പക്ഷികൾ ആ ശബ്ദം കേട്ടിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യും. അങ്ങനെ ജോലി കഴിഞ്ഞ് വന്നാൽ കോന്നിക്ക് പിന്നെ റെസ്റ്റ് ഇല്ല, പിന്നെ ഈ സ്വന്തം പാടത്തിൽ ജോലി ചെയ്യണം. അങ്ങനെ കർക്കിടകം കഴിഞ്ഞ് ചിങ്ങമാസം വന്നു. പയറിൽ പൂവിടുകയാണ്. കായ ഇങ്ങനെ നീണ്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ പച്ചപ്പയർ വള്ളികൾ വരികയാണ്. അങ്ങനെ കുറച്ച് കാലം കഴിയാണ് പിന്നെ വൃശ്ചികവും തുലാമാസം ആ ഒരു സമയം വരികയാണ്. ആ സമയത്ത് ഇത് പഴുക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ വിള ഉണ്ടാവുകയാണ്. അത്യാവശ്യം വിള ഉണ്ടാവുന്നുണ്ട് കേട്ടോ, നല്ല രീതിയിൽ വിള ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കരാറ് പോലെ തന്നെ പകുതി ആർക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ്, ഈ ഒരു ഇതിൻ്റെ സ്ഥലം ഉടമയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ്. ബാക്കി പകുതിയിൽ വെച്ചാൽ അതും അത്യാവശ്യത്തിനുണ്ട്. അതിൽ നിന്ന് ഒരു ചാക്കെടുത്ത് ഏറ്റവും നല്ല പച്ചപ്പയറുകൾ എടുത്തിട്ട് ഗുരുവായൂരപ്പന് ഒരു ചാക്കിൽ കിട്ടുക കേട്ടോ. എന്നിട്ട് ആ ചാക്കെടുത്ത് ഗുരുവായൂർക്ക് പോവാണ് പിറ്റേ ദിവസം. അങ്ങനെ ഗുരുവായൂരിലെത്തുകയാണ്. അങ്ങനെ ഭഗവാനെ സമർപ്പിക്കുക കേട്ടോ. അന്നത്തെ കാലത്ത് ഗുരുവായൂർ ഇന്നത്തെ പോലെയല്ല. അതായത് അന്ന് നമ്മൾ ഈ ഭക്തന്മാരെ എന്ത് കൊടുത്താലും അത് ഗുരുവായൂരപ്പന് നേരിട്ട് സമർപ്പിക്കും. ഇന്നത്തെ കാലത്ത് നമ്മളിങ്ങനെ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അത് ലേലത്തിന് വെക്കുകയാണ് ചെയ്യുക. പക്ഷെ അന്നത്തെ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. അന്ന് ഈ ഒരു പച്ചപ്പയർ കൊടുക്കുകയാണെങ്കിൽ അത് ഗുരുവായൂരപ്പന് എന്താണോ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ കോന്നി പച്ചപ്പയർ കൊണ്ടുപോയി കൊടുക്കുകയാണ്. അങ്ങനെ ഗുരുവായൂരപ്പനോട് നന്ദി പറയാണ്. അങ്ങനെ ആ ഒരു സമയത്ത് കോന്നി ഈ ഒരു ഗുരുവായൂരപ്പന് ഭക്ഷണം എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമല്ലേ, നല്ല പപ്പടം ഉണ്ടാവും, പിന്നെ പായസമൊക്കെ ഉണ്ടാവും, നല്ല ചോറ്, കറി, പലതരം കറികൾ, അങ്ങനെ വളരെ വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണമാണ് ഗുരുവായൂരപ്പന് ഇന്നും കൊടുക്കുക. അപ്പോൾ ഇത് കോന്നി ഒരു വട്ടം കഴിച്ചിട്ടുണ്ട് കേട്ടോ. വാര്യത്ത് ഈ ചോറിൻ്റെ പകർച്ച ഇന്നും കൊണ്ടുപോകും. അപ്പോൾ അവിടുന്ന് എപ്പോഴും ഒരു വട്ടം കോന്നി കഴിച്ചിട്ടുണ്ട്. അങ്ങനെ കോന്നി ഗുരുവായൂരമ്പലത്തിൻ്റെ നടയിൽ നിന്നിട്ട് പറയാണ്, ഈ പച്ചപ്പയർ നല്ല രുചി ഉണ്ടാവും ഭഗവാനെ. അപ്പോൾ അങ്ങ് കഴിച്ച ആ ഒരു ഭക്ഷണം അതിൽ നിന്ന് ഒരു ചെറിയ പങ്ക് എനിക്കും കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം അങ്ങ് കഴിച്ച ആ ഭക്ഷണത്തിൻ്റെ ബാക്കി, അങ്ങനെയാണോ ചിന്ത, അതെനിക്ക് കഴിക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. എനിക്കൊരു തരി കിട്ടണേ ഭഗവാന് എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് കോന്നി അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ കോന്നി ഇങ്ങനെ കൂടി പറയുന്നുണ്ട്, അങ്ങയുടെ തിടപ്പള്ളിയിൽ ഉണ്ടാക്കുന്ന അത്ര രുചി എൻ്റെ വീട്ടിലുണ്ടാക്കിയാൽ ഉണ്ടാവില്ല എന്ന് പറയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങയുടെ തിടപ്പള്ളിയിൽ ഉണ്ടാക്കി അങ്ങേക്ക് സമർപ്പിച്ച ആ ഒരു ഭക്ഷണത്തിൽ എനിക്കൊന്ന് തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ ഗുരുവായൂരപ്പൻ ഇങ്ങനെ ഓരോരുത്തർ കുറേ കാര്യങ്ങളൊക്കെ സമർപ്പിച്ചിട്ടുണ്ടാവും. അങ്ങനെ അതൊക്കെ അവിടുത്തെ ജോലിക്കാരെടുക്കുകയാണ്. എന്നിട്ട് ഈ പയറ് കണ്ടപ്പോൾ അവർ പയറുപ്പേരി ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഇവരത് ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് അത് കരിഞ്ഞു പോയി. അപ്പോൾ ഇവർ ചിന്തിക്കുകയാണ്, ഈ പയറുപ്പേരി അത് പിന്നെ ഇപ്പോൾ ഭഗവാന് കൊടുക്കണ്ട, കരിഞ്ഞ ഭക്ഷണം ഇങ്ങനെ ഭഗവാന് കൊടുക്കുക, പയറുപ്പേരി അല്ലേ വലിയ കുഴപ്പമില്ലാതെ പറഞ്ഞിട്ട് അവരത് മാറ്റി വെക്കുക കേട്ടോ.
എന്നിട്ട് ഭഗവാൻ നല്ല വിഭവ സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കൊടുക്കുകയാണ്. അങ്ങനെ ആ സമയത്തുണ്ട് ഭഗവാൻ ഒരു അനിഷ്ടം കാണിക്കുന്നു. അതെങ്ങനെയോ അവർക്ക് മനസ്സിലാവുകയാണ്, ഭഗവാൻ അത് ഇഷ്ടമായിട്ടില്ല എന്ന് മനസ്സിലാവുകയാണ്. അങ്ങനെ പ്രശ്നം വെച്ച് നോക്കുകയാണ്. അങ്ങനെ അവിടുത്തെ ആൾക്കാർക്ക് മനസ്സിലാവുകയാണ്. ഭഗവാൻ ഇങ്ങനെ ചോദിക്കുകയാണ്, എൻ്റെ പയറുപ്പേരി എവിടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഏത് പയറുപ്പേരി? അപ്പോൾ അവിടുത്തെ ചില ജോലിക്കാർക്ക് മനസ്സിലായിട്ടോ, ഇനിയിപ്പോൾ ഞങ്ങളാ കരിഞ്ഞെന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ച പയറുപ്പേരി ആയിരിക്കുമോ. അങ്ങനെ ആ ജോലിക്കാർ പിറ്റേ ദിവസം തന്നെ പോയി കോന്നിനെ കാണുകയാണ്. അങ്ങനെ അവർ കോന്നിനോട് പറയുകയാണ്, നാളെ ഇതുപോലെ തന്നെ കുറച്ച് പച്ചപ്പയർ കൊണ്ടുവരണം, ഭഗവാൻ നേദിക്കാനാണ്. കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കരിഞ്ഞു പോയി, ഭഗവാൻ ചോദിച്ചു. ഇതൊക്കെ കേട്ടപ്പോൾ കോന്നിക്ക് സന്തോഷം അടക്കാൻ പറ്റുന്നില്ല. വേറെ ഒന്നുമല്ല, തന്നെ ഭഗവാൻ ഇത്രയ്ക്കധികം ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന ചിന്തയായിരുന്നു കോന്നിക്ക്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ വീട്ടിൽ ആ ഒരു പാടത്ത് അവിടെ പോയിട്ട് ഏറ്റവും നല്ല പയർ വീണ്ടും എടുക്കും. എന്നിട്ട് ഭഗവാൻ അവിടെ വന്ന് സമർപ്പിക്കും. അങ്ങനെ പിറ്റേ ദിവസം ഇവർ ഈ ഒരു ജോലിക്കാർ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ അത് ഉണ്ടാക്കി ഭഗവാന് കൊടുക്കും. ഭഗവാൻ അത് നല്ല സന്തോഷത്തിൽ കഴിക്കുകയും ചെയ്തു കേട്ടോ. എനിക്ക് കോന്നിയൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭഗവാന് കൊടുത്ത ഭക്ഷണം എനിക്കും കഴിക്കണമെന്ന്. അങ്ങനെ കോന്നി ഇങ്ങനെ അന്നേ ദിവസവും കോന്നി അവിടെ നടയെന്ന് പറയാം കേട്ടോ. ഈ കാര്യം ചോദിക്കുന്നില്ല, ഭഗവാനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്ത് കോന്നി ആരോ പറയുന്ന പോലെ ഇങ്ങനെ കേൾക്കുകയാണ്, ഭാര്യത്ത് പോയി ചോറ് കഴിച്ചോളൂ എന്ന് ആരോ പറഞ്ഞ പോലെ കേൾക്കുകയാണ്. പക്ഷെ കോന്നി ഞാൻ നോക്കുന്ന സമയത്ത് ആരും ഇല്ല അവിടെ. അങ്ങനെ കോന്നി ഇത് ഭഗവാൻ തന്നെ പറഞ്ഞാന്ന് പറഞ്ഞിട്ട് ഭാര്യത്ത് പോയി അവിടെ പോയിട്ട് ഇങ്ങനെ പോവാണ്. എന്നിട്ട് അവരോട് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അവർ സമ്മതിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കോന്നിയും ഭഗവാന്റെ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ഇതാണ് കഥ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കഥയിൽ ഭഗവാന് ഭക്തനോടുള്ള വാത്സല്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ കഥ നടക്കുമ്പോൾ ഒരു കാര്യം പറയാനുണ്ട്. അതായത് ഈ പണ്ടത്തെ കാലത്ത് ആൾക്കാർ എന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും നന്നായി കിട്ടിക്കഴിഞ്ഞാൽ അവർ മനസ്സിൽ നിന്ന് ചിന്തിക്കും, ഇതിൽ നിന്നുള്ള ആദ്യത്തെ വാഴയാണ് കൃഷിയെങ്കിൽ ഇതിൽ നിന്നുള്ള ആദ്യത്തെ കൊല ഭഗവാന്. അങ്ങനെ ചിന്തിച്ചിട്ടായിരുന്നു പണ്ടത്തെ കാലത്ത് ആൾക്കാർ ചെയ്തിരുന്നത്. ഇന്നും കുറച്ച് പേരങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കഥയിൽ ഭഗവാന് ഭക്തനോടുള്ള വാത്സല്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ കഥയിലെ നമ്മളൊരു സന്ദർഭത്തിൽ ഭഗവാന് എല്ലാവിധ നല്ല രുചികരമായിട്ടുള്ള എല്ലാ വിഭവങ്ങളും വിളമ്പി മുന്നിൽ വെച്ചിരിക്കുകയാണ്. പക്ഷെ ഭഗവാൻ അതൊന്നുമല്ല വേണ്ടത്. തൻ്റെ ഭക്തൻ വാത്സല്യത്തോടും അത്ര സ്നേഹത്തോടു കൂടി തന്ന ആ പയറുപ്പേരി ആയിരുന്നു ഭഗവാന് വേണ്ടത്. അപ്പോൾ ഭഗവാന്റെ ഭക്തവാത്സല്യത്തെ തെളിയിക്കുന്ന ഒരു കഥ കൂടിയായില്ലേ? അപ്പോൾ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഭഗവാന്റെ നാമം ഒന്ന് കമൻറ്റിൽ ഇട്ടോളൂ കേട്ടോ. അപ്പോൾ ഇനി നാളെ വരാട്ടെ ഒരു നല്ല കഥയായിട്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു.